ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1:5 വരെയുള്ള വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടു. വെളിപ്പാട് പുസ്തകം 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ അവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മെ സ്നേഹിക്കുന്നവനും, നമ്മളെ സ്നേഹിക്കുന്നവനെന്ന് പറയുമ്പോൾ അതിപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിച്ചു എന്നല്ല വചനം പറയുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മെ ഇപ്പോഴും ദൈവം സ്നേഹിക്കുന്നുണ്ട്. യേശുവിന്റെ സ്നേഹം ഒരിക്കൽ തന്നതല്ല, ഇപ്പോൾ പോലും നൽകുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന, മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്ന സ്നേഹം. ആ ഒരു സ്നേഹം നമ്മൾ എന്ത് വിധത്തിലുള്ള അവസ്ഥയിലായിരുന്നാലും യേശുവിന്റെ സ്നേഹം ഒരു നിമിഷവും കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റിപ്പോയിട്ടുണ്ടോ? അപ്പോഴും യേശുവിന്റെ സ്നേഹം കുറഞ്ഞിട്ടില്ല. നമ്മളാണ് തെറ്റിപ്പോയത്. അപ്പോഴും നമ്മളെ എന്താ ചെയ്തത്? ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്തത്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം ഒരിക്കലും കുറയുന്നില്ല. ദൈവത്തിന് നമ്മളോടുള്ള ആ ഒരു മനസ്സലിവ് ഒരിക്കലും കുറയുന്നില്ല. അപ്പം ദൈവം നമ്മളെ സ്നേഹിച്ചു. യേശു നമ്മളെ സ്നേഹിക്കുന്നവനാണ്, ഇന്നും സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ആ ഒരു ശ്വാസവും കരുത്തും കരുണയും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊക്കെ ഈ പ്രതികൂലങ്ങളുടെ ഇടയിലും, പ്രതികൂലങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇനി എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല, ഇനിയുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല. ഇത്രയും പ്രതിസന്ധി നിൽക്കുമ്പോഴും അവിടെ നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അടിപതറി വീണു പോകേണ്ടുന്ന സ്ഥാനത്ത്, പലയിടത്തും നമ്മൾ ഒറ്റപ്പെട്ടു പോയ സ്ഥാനത്ത്, ഈ തീർത്തും തീർന്നു പോയി ഇനി അടുത്തൊരു വെളിച്ചമില്ലെന്ന് കരുതിയെടുത്തൊക്കെ ദൈവം നമ്മളെ സ്നേഹിച്ച് ചേർത്ത് നിർത്തി. അപ്പൊ അവൻ സ്നേഹിക്കുന്നവനാണ്, സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. യേശു നമ്മെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മുടെ പാപം പോക്കി നമ്മളെ തന്റെ രക്തത്താൽ വിടുവിച്ചത്. അവിടെ രണ്ട് അത്ഭുതങ്ങളുണ്ട്. പാപം പോക്കി, നമ്മുടെ പാപത്തെയൊക്കെ പോക്കി യേശു നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ കാലങ്ങളിൽ, ജീവിതത്തിന്റെ കഴിഞ്ഞ സമയങ്ങളിൽ എന്തുമാത്രം തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഉള്ള വ്യക്തിയായിരുന്നു നമ്മൾ. ഇനി ദൈവഭാഗത്തേക്ക് വന്നിട്ടും നമ്മളിൽ കുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിട്ടില്ലേ? ധാരാളമുണ്ട്, എന്നിലുണ്ടായിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നവൻ കള്ളനാണ്. നമ്മളിലുള്ള ആ ഒരു പാപങ്ങളെയൊക്കെ കഴുകി ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ഈ പാപങ്ങൾ നമ്മളിൽ പെരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ സാത്താന്റെ ദൂഷണവും അവന്റെ ഭാരവും, ഈ ഭാരം പേറി, പാപത്തിന്റെ ഭാരം പേറി എവിടെയോ നശിച്ചു പോകേണ്ടുന്ന നമ്മളെ അതിന്റെ ആ ഒരു പാപത്തിന്റെ ആ ഒരു ഗിൽറ്റിനെ കഴുകി, ആ ഒരു ഷെയിമിനെ, ആ ഒരു ആക്ഷേപത്തെയൊക്കെ നീക്കി അതിന്റെ ആ ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റി യേശു. അവിടെയാണ് പാപം പോക്കിയത്. എവിടെയോ നശിച്ചു പോകേണ്ടിയിരുന്ന, അന്ധകാര കുഴികളിലേക്ക് വീണു പോകേണ്ടിയിരുന്ന നമ്മുടെ പാപങ്ങളെ വകവയ്ക്കാതെ നമ്മളെ അവിടെ നിന്നും കരകയറ്റിയ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന, ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു നാമം നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ രക്തവും കഴുകി ശുദ്ധീകരിക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിവുണ്ട്. ആ രക്തത്താൽ വിടുവിച്ചു. നമ്മുടെ പാപം പോക്കി നമ്മെ യേശുവിന്റെ രക്തത്താൽ വിടുവിച്ചു. ആ ബന്ധനങ്ങൾ പൊട്ടിച്ച്, അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച്, ഉണ്ടായിരുന്ന ശൃംഖലകള് മൊത്തം ഛേദിച്ചു, മതിലുകളെ ഭേദിച്ച് നമ്മളെ സ്വതന്ത്രനാക്കി. ആ പാപം നമ്മളെ നിന്നിരുന്നെങ്കിൽ നമ്മൾ അടിമത്തത്തിലായിരുന്നു, പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചാണ് നമ്മളെ സ്വതന്ത്രനാക്കിയാണ് ഇന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പോ ഒരു പാപത്തിന്റെ തടവുകാരിയായിട്ടോ ജീവിക്കാനുള്ള വ്യക്തി അല്ല ക്രിസ്തു തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ. അവിടെ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞു, പൂർണ്ണമായ വിടുതൽ നൽകിയിരിക്കുന്നു. അപ്പം പാപം പോക്കി രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവിന്റെ ദൈവത്തിന്, യേശുവിന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവൻ. അപ്പൊ രാജ്യമാണ്, ഒരു കിങ്ഡം വരുന്നുണ്ട്. യേശു നമ്മളെ ദൈവരാജ്യത്തിന്റെ രാജകുമാരിയാക്കി ഉയർത്തി. പാപത്തിലായിരുന്നു ഇന്നലെ, പക്ഷെ യേശു തന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അവന്റെ രാജ്യത്തിലെ രാജകുമാരിയുമാക്കി ഉയർത്തി. നമ്മളൊരു കുറഞ്ഞ ഒരു വ്യക്തിയല്ല.
നമ്മൾ വെറും കുറഞ്ഞ, നമ്മൾ വെറും പീറകളായിട്ടുള്ള വ്യക്തികളല്ല ദൈവമക്കളെ. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിൽ വാഴാനുള്ളവരാണ്. പക്ഷെ ആ ക്വാളിറ്റി നമ്മൾ ഇവിടുന്ന് സ്വീകരിച്ചു പോകണം. സ്വർഗത്തിൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ആ ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരണം. ആ ക്വാളിറ്റികളിൽ നമ്മൾ ഉയർന്നു വരണം. അപ്പൊ നമ്മളൊരു റോയൽ ഐഡന്റിറ്റി ഉള്ള വ്യക്തികളാണ് എന്നും പറഞ്ഞ് നാളെ അങ്ങോട്ട് ഇറങ്ങി സാധാരണ മനുഷ്യരുടെ മുമ്പിലോട്ട് ഞാനേ റോയൽ ഐഡന്റിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ നീ പറയുന്നതൊന്നും കേൾക്കില്ല, കാണില്ല, ഞാൻ വലിയ ആളാണെന്നുള്ള ജാട ഗമ കാണിക്കാനല്ല ഇത് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ഒരുങ്ങണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ അറിയാം, ഓരോ വ്യക്തികൾക്കും ഉള്ള ചില സാഹചര്യങ്ങളുണ്ട്. അത് വിട്ടിട്ട് അവര് ഇപ്പൊ സൂപ്പർ സ്റ്റാർ വിട്ടിട്ട് സാധാരണ വ്യക്തികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരുമോ? കാരണം അവർ നിൽക്കേണ്ടുന്ന ഒരു തലമുണ്ട്, അവിടെ അവർക്ക് നിൽക്കാൻ പറ്റൂ. അവർ കാണിക്കേണ്ടുന്ന മാന്യതയിലൂടെ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. എന്നതുപോലെ തന്നെ ഇവിടെ നമ്മൾ റോയൽ ഐഡന്റിറ്റി ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ മഹോന്നതനായിട്ടുള്ള ദൈവത്തിന്റെ ഐഡന്റിറ്റി ചീത്തയാകാത്ത തരത്തിൽ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി നമ്മൾ എടുക്കണം. അപ്പൊ രാജ്യം കണ്ടു. ഇനി അടുത്ത പുരോഹിതന്മാര്. അപ്പൊ മിനിസ്ട്രിയാണ് പുരോഹിതന്മാര്. അപ്പൊ ദൈവത്തോട് ഏറ്റവും അടുപ്പത്തിൽ നിൽക്കുന്നവർ, പ്രാർത്ഥനയുടെ അധികാരമുള്ളവർ, ദൈവസന്നിധി നിൽക്കുന്ന അവകാശമുള്ളവർ, ആത്മീയമായി മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്നവരായിട്ട് പുരോഹിതന്മാരായിട്ട് നിൽക്കുന്നത്. ദൈവം നമ്മളൊക്കെ ഇത് രണ്ടുമാണ് തന്നേക്കുന്നത്. രാജ്യമാക്കി വെച്ചു. രാജകുമാരി രാജകുമാരനുമാക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുപ്പം നിലനിർത്താനും ദൈവസന്നിധിയിൽ നിൽക്കാനുമുള്ള അവകാശം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്കി തീർത്തവനാണ് നമ്മുടെ യേശു ക്രിസ്തു. തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ യേശു ക്രിസ്തുവിന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ ഒരു സ്തുതി എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനാണ്, ഒരു മഹത്വം. യേശു തന്നെ ബലം. യേശു ക്രിസ്തു എനിക്ക് നൽകുന്നത്, നമുക്ക് നൽകുന്നത് എന്നേക്കുമാണ്. യേശുവിന്റെ രാജ്യത്വത്തിന് അവസാനമില്ല. യേശുവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. അവന്റെ ബലം, യേശുവിന്റെ ബലം നമ്മളെ ഉയർത്തുന്നു. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ മഹത്വവും ബലവും നമ്മൾ പ്രതിനിധീകരിക്കേണ്ടുന്ന അംബാസഡർമാരാണ്, പ്രതിനിധീകരിക്കുന്നവരാണ്. ഇപ്പൊ യേശുവിന്റെ അംബാസഡർമാരായിട്ട് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ ഭാവത്തോടു കൂടി നമ്മൾ നിൽക്കേണ്ടുന്നവരാണ്. യേശു ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിച്ചു. ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ച് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി. നമ്മൾ ദൈവരാജ്യത്തിലെ രാജവംശത്തിൽ പെടുന്നവരാണ്. നമ്മൾ ദൈവത്തിന്റെ പുരോഹിതരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടണം. ഇതാണ് ഈ ഒരു വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1:7 വെളിപ്പാട് പുസ്തകം 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവന് കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഇതാ മേഘാരൂഢനായി യേശു വരുന്നു. യേശുവിന്റെ രണ്ടാം വരവ് മഹത്വത്തോടെ വരും. അവിടെ ആ മേഘങ്ങൾ കാണിക്കുന്നു. മേഘാരൂഢനായി ദൈവസന്നിധിയുടെ അടയാളമാണ്. യേശുവിന്റെ സ്വർഗാരോഹണം നടന്നത് മേഘം മൂടിയാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മേഘങ്ങളിൽ ഞാൻ മഹത്വത്തോടെ വരും. തിരികെ വരുന്നത് മേഘങ്ങളിൽ മഹത്വത്തോടു കൂടി വരും. അത് മറഞ്ഞു വരില്ല, രഹസ്യമായി വരില്ല. സർവ്വലോകവും കണ്ടുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ മഹത്വത്തോടു കൂടി അവൻ വരും മേഘാരൂഢനായി. പോയപ്പോൾ എങ്ങനെയാണോ യേശുവിനെ മറ്റുള്ളവർ കണ്ടത്, അതുപോലെ തിരികെ വരും. അപ്പൊ യേശുവിന്റെ രണ്ടാം വരവ് മഹത്വത്തോടെ വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ മേഘാരൂഢനായി വരുന്നു, എല്ലാ കണ്ണും അവനെ കാണും. ഇതാണ് യേശുവിന്റെ വരവ് അസാധാരണമാക്കുന്നതും നിഷേധിക്കാനാവാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കണ്ണും അവനെ കാണും. രാജാക്കന്മാരുടെ കണ്ണ് കാണും, മനുഷ്യരുടെ കണ്ണ് കാണും, മനുഷ്യരായിട്ടുള്ള ദരിദ്രരുടെ കണ്ണ് കാണും, വിശ്വാസികളുടെ കണ്ണുകൾ കാണും, അവിശ്വാസികളുടെ കണ്ണ് കാണും. എല്ലാ കണ്ണുകളും അവനെ കാണും. രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ കണ്ണുകൾ അവിടെ കാണും. യേശുവിന്റെ ആ വരവ് കാണുന്നുണ്ടാകും. ഇത് ഒളിഞ്ഞുള്ള വരവല്ല, മഹത്വത്തോടെ ലോകം മുഴുവൻ കാണുന്ന ഒരു ദിനമാണത്.
അങ്ങനെയാണ് യേശു വരുന്നത്. ഏത് കണ്ണും അവനെ കാണും. ഏത് കണ്ണും യേശു ക്രിസ്തുവിനെ കാണുന്ന രീതിയിലേക്ക് യേശു ക്രിസ്തു ലോകം മുഴുവൻ കാണുന്ന രീതിയിലേക്ക് വരും. യേശുവിനെ കുത്തിത്തുളച്ചവരും യേശുവിനെ കാണും. ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, യേശുവിനെ കുരിശിലേറ്റിയവരുടെ തലമുറ. യേശുവിനെ കുത്തിയ റോമൻ പടയാളികള്, ഇവനെ തള്ളി പറഞ്ഞ യഹൂദ നേതാക്കള്, യേശുവിന്റെ വരവിനെ നിഷേധിച്ചവര്, അവരുടെ തലമുറയും വംശവും യേശുവിനെ കാണുന്നുണ്ടാകും. മറ്റൊന്ന്, ഇന്ന് യേശുവിനെ നിരസിക്കുന്നവർ, സുവിശേഷത്തെ തള്ളുന്നവർ, യേശുവിന്റെ നാമത്തെ അപമാനിക്കുന്നവർ, യേശുവിന്റെ സ്നേഹത്തെയും സത്യത്തെയും നിരസിക്കുന്നവർ യേശുവിന്റെ വരവിൽ അവർ അവനെയാണ് കണ്ട് യേശുവാണെന്ന് തിരിച്ചറിയും. അങ്ങനെ യേശുവിനെ നിരസിച്ചവർക്ക് വലിയ ആശ്ചര്യവും വലിയ ഒരു അന്താളിപ്പും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. യേശുവിനെ നിരസിച്ചവർക്ക്. അപ്പോൾ അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇവിടെയും രണ്ടു തരത്തിലുള്ള വിലാപമുണ്ട്. പശ്ചാത്താപത്തിന്റെ വിളിയുണ്ട്. യേശുവിനെ തിരിച്ചറിയുന്നവർ, അയ്യോ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയല്ലോ, ഇതാണല്ലോ യഥാർത്ഥ രാജാവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖിക്കും. അങ്ങനെ പശ്ചാത്താപത്തോടുകൂടി നിലവിളിക്കും. വേറെ ഒരു കൂട്ടരുണ്ട്, ന്യായവിധിയുടെ ഭയത്താല് വിലപിക്കുന്ന വ്യക്തികൾ, കരയുന്ന വ്യക്തികൾ. യേശുവിനെ നിരസിച്ചവരും പേടിയും വിറയലും ഭയാനകമായ തിരിച്ചറിവും കൊണ്ട് അവര് വല്ലാണ്ട് വിലപിക്കുന്നുണ്ടാകും. അയ്യോ ഞങ്ങൾക്ക് ന്യായവിധി വന്നു പോയല്ലോ, വരുന്നല്ലോ എന്നാലോചിച്ച് ഞങ്ങൾ നേരത്തെ യേശുവിനെ തിരിച്ചറിയേണ്ടുന്നതല്ലായിരുന്നോ? അയ്യോ ഞങ്ങൾക്ക് ഇതെന്താ സംഭവിച്ചത്? ഞങ്ങൾ യേശുവിനെ അറിഞ്ഞില്ലല്ലോ, അനുസരിച്ചില്ലല്ലോ, യേശുവിന്റെ വചനവുമായി പലരും ഞങ്ങളുടെ മുമ്പിൽ വന്നല്ലോ, ഞങ്ങൾ ഇതൊക്കെ തള്ളി വിട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ന്യായവിധിയുടെ ഭയം കൊണ്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടരും ഉണ്ടാവും. അപ്പൊ യേശുവിന്റെ വരവ് എല്ലാവർക്കും ഒരു പ്രതികരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകും, ഭയം ഉണ്ടാകും. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ യേശുവിനെ ചൊല്ലി വിലപിക്കുന്നുണ്ടാകും. ഇത് അങ്ങനെ തന്നെ, ആമേൻ, അത് അങ്ങനെ തന്നെ, അത് യേശുവിന്റെ പേര് വെച്ച് ഒപ്പിടുകയാണ്. ആമേൻ, തീർച്ചയായും ആമേൻ, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ എടുത്ത് അവിടെ പറയുകയാണ്. ഇവിടെ യോഹന്നാൻ പറയുന്നത് ഇത് സത്യമാണ്, ഇത് നടക്കും, അതിന് നമ്മൾ തയ്യാറായിരിക്കണം. ഇത് കറക്റ്റായിട്ട് നടക്കാൻ പോകുന്ന കാര്യമാണ്, നമ്മൾ തയ്യാറായിരിക്കണം. വെളിപ്പാട് പുസ്തകം 1:8, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനും ഉള്ളവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ആൽഫ എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യ അക്ഷരമാണ്. ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ അവസാനത്തത്. അപ്പൊ എല്ലാറ്റിന്റെയും തുടക്കം, എല്ലാറ്റിന്റെയും അവസാനം, സൃഷ്ടിയുടെ ആരംഭം, ചരിത്രത്തിന്റെ അവസാനം, ദൈവത്തിന്റെ പദ്ധതിയുടെ നിയന്ത്രണം, ഇതെല്ലാം യേശുവിൽ തന്നെയാണ്. തുടക്കവും ഒടുക്കവും യേശുവിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള വചനത്തിന് ശേഷം ഇവിടെ ദൈവം പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ നിയന്ത്രിക്കുന്നതാണ് തുടക്കം മുതൽ അവസാനം വരെ. അപ്പൊ ആദ്യം മുതൽ അന്ത്യം വരെ എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ദൈവം ചില കാര്യങ്ങളെ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് പിശാചിന് ഇവിടെ കിടന്ന് വിളയാടാൻ പറ്റുന്നത്. ചിലത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് മാനുഷികമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ എന്തിന് ദൈവം ഇത് ചെയ്യുന്നു, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പലരും മാറുന്നുണ്ട്. പക്ഷേ ദൈവം തന്റെ പദ്ധതികളെ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നമുക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ദൈവത്തിന്റെ പദ്ധതികളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ. അത് നമ്മൾ മുമ്പേ കണ്ടതുപോലെ കഴിഞ്ഞ ഇതില് കണ്ടിരുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിലും ദൈവം സജീവമായി നമ്മളുമായിട്ട് ഇടപെടുന്നുണ്ട്. ദൈവം മുമ്പും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലൂടെ ദൈവം ഇടപെട്ടിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്തിലൂടെ ദൈവം ഇടപെട്ടു. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലൂടെ ദൈവം ഇടപെട്ടു. പക്ഷെ ഇപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ അറിഞ്ഞ് നയിച്ച് ഇവിടെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു. ഇനി വരുവാനുള്ളതാണ്. ഭാവിയും യേശുവിന്റെ കയ്യിലാണ്. യേശുവിന്റെ വരവും ന്യായവിധിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള ഈ പദ്ധതികൾ ഒന്നും തന്നെ വിഫലമാകില്ല. ഇവിടെ ചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പദ്ധതികളെ വിഫലമാകൂ. അവിടെ ദൈവം വെച്ചേക്കുന്ന പദ്ധതികളിൽ എന്തിനെന്നും ഏതിനെന്നും ചോദിക്കാതെ ആ പദ്ധതികൾക്ക് വിധേയപ്പെട്ട് നമ്മൾ അതിനനുസരിച്ച് നിന്ന് ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടിയിട്ട് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിന്റെ സന്നിധിയിൽ വളരെ രാജപുരോഹിത വർഗമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും. അപ്പം ദൈവം ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായിട്ടുള്ള ദൈവം, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പറയുന്നു. ആ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുകയാണ്, നമ്മളോട് പറയുകയാണ്. അവിടെ ബൈബിളിലെ ഏറ്റവും ശക്തമായ ദൈവ പേരുകളിൽ ഒന്നാണ് സർവശക്തിയുള്ള ദൈവം. സർവശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിക്ക് ഒരു അതിരില്ല, ഒന്നിനും ഒരു അതിരില്ല. അത്രത്തോളം ശക്തിയുള്ള ദൈവമാണ്. സർവത്തെയും കൈവശമാക്കുന്ന ശക്തി, സർവശക്തിയുള്ള ദൈവം, ആരും തടുക്കാനാകാത്ത ശക്തിയുള്ള ദൈവം. രാജ്യങ്ങളായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, സ്വർഗം എല്ലാം അവന്റെ കൈപ്പിടിയിലാണ്. കാരണം അവന്റെ ശക്തി അത്രത്തോളം വലുതാണ്. അവിടെ മനുഷ്യരുടെ പദ്ധതികളൊക്കെ പരിമിതമാണ്. മനുഷ്യൻ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു വെക്കും, പക്ഷെ ദൈവമോ ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ പദ്ധതികളെ ദൈവം പൂരിപ്പിച്ചുകൊണ്ടിരിക്കും. പിശാചിന്റെ ശക്തിയും പരിധിയുള്ളതാണ്, ദൈവത്തിന്റെ ശക്തി അതിരില്ലാത്തതാണ്. അപ്പൊ മനുഷ്യരായിക്കോട്ടെ, പിശാചായിക്കോട്ടെ, ഈ പ്രപഞ്ച ശക്തികളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഇവിടെ എന്ത് കാര്യങ്ങൾ വെച്ചിരുന്നാലും ദൈവത്തിന്റെ പദ്ധതി അവിടെ നിറവേറുക തന്നെ ചെയ്യും. ഈ വചനത്തിനൊരു ആത്മീയ മധുരം, ആത്മീയമായിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞാല് ദൈവം പറയുന്ന, ഇതിപ്പം എന്നോടും നിങ്ങളോടും ഒക്കെ ദൈവം ഉള്ളിലേക്ക്, നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ തന്നെയാണ്. നീ അതിന് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും, നീ എന്നെ എത്ര മാറ്റി നിർത്തിയാലും, ഞാൻ നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലും, നിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഞാനാണ് നിന്റെ കൂടെ ഉള്ളത്. ദൈവം അത് നമുക്ക് തരുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഇന്നത്തെ നിന്റെ ഈ ഒരു സമയവും അവൻ്റെതാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ ഞാൻ പറയുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴും ഈ സമയം മുഴുവൻ ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള വരവിന്റെ വാഗ്ദാനം നമുക്ക് ഉറപ്പുള്ളതാണ്. യേശുവിന്റെ ശക്തിക്ക് മാറ്റമില്ല, യേശുവിന്റെ ശക്തി മാറില്ല, കുറയില്ല, ഒരിക്കലും തോൽക്കില്ല. ഈ എല്ലാം കൂടെ ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം യേശുവിലൂടെയാണ് തുടങ്ങുന്നതും എല്ലാം യേശു വഴിയാണ് പൂർത്തിയാകുന്നതും. അങ്ങനെ യേശു വഴി തുടങ്ങുവാനും യേശു വഴി പൂർത്തിയാകാനും നമ്മൾ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കൂ. സ്വർഗത്തിന്റെ കൂട്ടവകാശികളായി തീരുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.